എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഓണ ബമ്പർ അതുപോലെ മറ്റുള്ള ബമ്പറുകളുടെയൊക്കെ സെക്കൻഡ് പ്രൈസായ 1 കോടി രൂപ അടിച്ച ഒരു വ്യക്തിക്ക് എത്ര രൂപയാണ് കയ്യിൽ കിട്ടുക എന്നാണ്. അതായത് ഓണർ ബമ്പറിൻ്റെ സെക്കൻഡ് പ്രൈസ് 20 പേർക്കാണ് 1 കോടി വീതം ലഭിക്കുന്നത്. അങ്ങനെ ബമ്പറുകളിൽ നിന്ന് 1 കോടി വീതം ധാരാളം പേർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ ഇത്രയും 5-6 ബമ്പറുകളിൽ നിന്ന് കണ്ടമാനം പേർക്ക് 1 കോടി രൂപ പ്രൈസ് ലഭിക്കുന്നുണ്ട്. ഈ 1 കോടി രൂപ പ്രൈസ് ലഭിച്ചാൽ അത് നമ്മുടെ അവസാനം വരുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയാണ് ഉണ്ടാവുക എന്നാണ് അറിയേണ്ടത്. അതായത് ഏജൻറ്റുമാരുടെ കമ്മീഷൻ തന്നെ ഉണ്ട് 10%. അപ്പോൾ 1 കോടി അടിച്ചു കഴിഞ്ഞാൽ ഈ ഏജൻറ്റുമാർക്ക് 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ടാക്സ് ഇനത്തിൽ 30% പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു കയ്യിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ വരുന്നത് 59,11,200 രൂപയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ചീത്ത വശം പറയുകയാണെങ്കിൽ 1 കോടി അടിച്ചിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് 59,11,000 റുപ്യൊക്കെ അല്ലേ ഉള്ളൂ എന്നാണ് കൂടുതൽ ആൾക്കാരും പറയണത്. പക്ഷേ ഇപ്പം 1 കോടി അടിച്ചത് ഒരാൾക്കല്ല, 20 ആൾക്കാണ് ഓണത്തിന് മാത്രം നമുക്ക് ഓണ ബമ്പറിൽ നിന്ന് മാത്രമേ ലഭിക്കുന്നത്. അങ്ങനെ അതുപോലെ ഈ ബമ്പറുകളിൽ നിന്നൊക്കെ എത്ര ആൾക്കാർക്ക് 1 കോടി രൂപ വീതം ലഭിക്കുന്നുണ്ട്. 1 കോടി വീതം ലഭിച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ, 59 ലക്ഷം ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 59 ലക്ഷം നമ്മൾ 500 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഇത്രയും അധികം ആൾക്കാരുടെ അക്കൗണ്ടിൽ 59 ലക്ഷം വന്നു പെടുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയൊന്നും മനസ്സിലാക്കുകയല്ലേ വേണ്ടത്. അല്ലാണ്ട് ഇത്ര 1 കോടി എന്ന് പറഞ്ഞിട്ട് 59 ലക്ഷം നമ്മുടെ അക്കൗണ്ടിൽ വരേണ്ടതെന്നല്ല. അതായത് ഒരാൾക്കല്ല, ഓണ ബമ്പർ എന്ന് പറഞ്ഞാൽ ഒരാളല്ല കോടിപതിയാവണത്, 20 പേരാണ് ഇതാവണത്. അതുപോലെ തന്നെ ബമ്പറുകളിൽ നിന്നൊക്കെ നമുക്ക് 1 കോടി അടിക്കുമ്പോൾ എത്രയോ ഒന്നിൽ കൂടുതൽ എത്രയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാർ ഒരു കൊല്ലത്തിൽ കോടിപതികളായിട്ട് വരുന്നുണ്ട്. പക്ഷേ 1 കോടി ഉണ്ടെങ്കിലൊക്കെ ഈ ടാക്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ വരേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നതിനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കിത് അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളത് ടാക്സ് ഇനത്തിലും പിന്നെ കമ്മീഷൻ ഏജൻറ്റുമാർക്കും ഒരു കമ്മീഷൻ, ഏജൻറ്റുമാർക്കും ഒരു തന്നെയാണല്ലോ. 1 കോടി അടിച്ചാൽ അതിൽ നിന്ന് അവർക്ക് 10 ലക്ഷം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഏജൻറ്റുമാരുടെ ഒരു സന്തോഷം നോക്കിയൊക്കെ. അപ്പോൾ അവർക്കും അതൊരു അത്രയും സംഖ്യ കിട്ടുമെന്നല്ലേ. അപ്പോൾ ഇത് ഒരാൾക്കല്ല, ഈ 1 കോടി അടിച്ചാൽ അതിന് പിന്നിലുള്ള കുറേ ആൾക്കാർക്കും നമുക്ക് ഈ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ ഇത് കിട്ടിയ പൈസ മുഴുവൻ നമുക്ക് തന്നെ 1 കോടി കിട്ടിയ 1 കോടി മുഴുവൻ ഇവിടെ കയ്യിൽ കിട്ടില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. കാരണം അതായത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായറൊക്കെ ഉള്ള ഈ ടിക്കറ്റുകളിലൊക്കെ റെഡിക്ക് 1 കോടി പോലും കിട്ടണില്ലല്ലോ. 70, 75, 80 ഒക്കെയാണ് ഈ വിൻവിന്നും ശ്രീശക്തിയും അക്ഷയും കാരുണ്യ പ്ലസും കാരുണ്യ നിർമ്മലും ഒക്കെയുള്ള ഈ ലോട്ടറിയിലെ 1-ാം പ്രൈസ് തന്നെ 70 ലക്ഷം, 80 ലക്ഷം, 75 ലക്ഷം ഇങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഈ ഓരോ ദിവസവും ഒരു വിജയം ഉണ്ടാവുള്ളൂ, 1-ാം പ്രൈസ് ഒന്നേ ഉണ്ടാവുള്ളൂ. അതേസമയം ഈ ബമ്പറുകൾ എടുക്കുമ്പോൾ ഒരു ഇതിൽ നിന്ന് തന്നെ 20 സെക്കൻഡ് പ്രൈസായിട്ട് 1 കോടി രൂപ വീതം 20 ആൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വിചാരിക്കുമ്പോൾ ബമ്പറിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ കോടി ഓരോ കോടി വീതം 20 ആൾക്കാവുമ്പോൾ ഒന്നിൽ നിന്ന് മാത്രമാണ്, മറ്റുള്ള ബമ്പറിൽ നിന്നും ഇതുപോലെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ ആശ്വസിക്കുക. അതായത് നമുക്ക് 59 ലക്ഷം കിട്ടിയല്ലോ, അതായത് 500 രൂപ ചിലവാക്കിയിട്ട് നമുക്ക് 59 ലക്ഷം കിട്ടിയല്ലോ. നമ്മളിപ്പോൾ ആദ്യം തന്നെ നമുക്ക് 500 രൂപ മാത്രം ചിലവാക്കിയാൽ നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് അടിച്ചു എന്നൊന്നും വരില്ല. പല പ്രാവശ്യം ലോട്ടറി എടുക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുള്ളൂ. ചിലർ 1 കൊല്ലം, ചിലർ 2 കൊല്ലം, ചിലർ 10 കൊല്ലം എടുത്തവരുണ്ടാവും. അതൊക്കെ എടുത്തിട്ടുള്ളവർക്കൊക്കെ തന്നെയാണ് ഈ 1-ാം പ്രൈസ് അല്ലെങ്കിൽ 2-ാം പ്രൈസൊക്കെ അടിക്കുന്നുണ്ടാവുക.
കാരണം ഈ ഒരു കൊല്ലത്തിൽ 5-6 ടിക്കറ്റല്ലേ ഉള്ളൂ ബമ്പർ, അല്ലാതെ കുറേ എന്നും ഇപ്പോൾ ഇതുള്ള പോലെയുള്ളതില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബമ്പർ അടിക്കണവർക്ക് ഒരു കൊല്ലത്തിൽ ഇത്ര എല്ലാ ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും 6 5 അല്ലേ എടുക്കുള്ളൂ. അപ്പം എന്നിട്ട് അവർക്ക് അതിൽ നിന്നാണല്ലോ ഇത് കിട്ടുന്നത്. അപ്പോൾ ഒരു 10 കൊല്ലം അടുപ്പിച്ച് ഇപ്പോൾ ബമ്പർ എടുത്ത ഒരാളാണെങ്കിൽ അടിച്ച ആൾക്കാർക്കാണെങ്കിൽ 500 റുപ്യ വെച്ചിട്ടാകുമ്പോൾ ഈ 10 കൊല്ലം എടുത്താലും അത്ര അധികം വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും അത് കൂട്ടി കഴിച്ച് നോക്കിയാൽ നമുക്കത് ലാഭം എടുക്കണം. 500 എടുത്തിട്ട് ഒരു 1-ാം പ്രൈസോ 2-ാം പ്രൈസോ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം തന്നെയാണ്. അതായത് 59 ലക്ഷം കിട്ടണുള്ളൂ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടാനൊന്നുമില്ല അത്. കാരണം അത് വല്ലാത്തൊരു ലാഭം തന്നെ. ഒരാൾക്കല്ല, അത് പല കണ്ടമാനം ആൾക്കാർക്ക് ഇപ്പോൾ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ട് 1 കോടി വീതം കിട്ടിയ എത്രയും ആൾക്കാരായി ഇപ്പം ഇവിടെ കേരളത്തിലും അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ നിർത്തുവരായിക്കോട്ടെ ആർക്കായാലും കണ്ടമാനം ആൾക്കാർക്ക് ഇപ്പോൾ ഈ 1 കോടി രൂപ വെച്ചിട്ട് ഇത് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നമുക്ക് അഭിമാനിക്കുക വേണ്ടത്. കാരണം ഇത്രയും ആൾക്കാരെ ഈ 59 ലക്ഷമാണെങ്കിൽ ലക്ഷപ്രഭുക്കൾ തന്നെയാണല്ലോ ആക്കണത്. ഈ 500 രൂപയിൽ നിന്ന് നമുക്ക് ലക്ഷപ്രഭുക്കളാവാൻ തന്നെയാണല്ലോ കഴിയണത്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കുക. ഒരു 500 രൂപ ചിലവാക്കിയിട്ട് ഒരു ബമ്പർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് അടിക്കൊന്നുമില്ല, ഒരാൾക്കല്ലേ അടിക്കുള്ളൂ. അപ്പോൾ സെക്കൻഡ് പ്രൈസ് ആകുമ്പോൾ നമുക്ക് 20 പേർക്ക് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കാമല്ലോ. 20 പേർക്ക് കിട്ടുന്നുണ്ട്, ഒരാൾക്കല്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ അതുപോലെ തന്നെ ഈ 6 ബമ്പറിൽ നിന്ന് നോക്കണമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കൊല്ലത്തിൽ അപ്പോൾ എത്ര കോടിപതികൾ ഉണ്ടാവുന്നുണ്ട് എന്ന്. ഈ ഓരോ ബമ്പറിൽ നിന്ന് 20 വെച്ചിട്ട് ഈ 6 എണ്ണത്തിൽ നിന്ന് 20, എല്ലാത്തിലും 20 അല്ലെങ്കിലും ഈ ഓണ ബമ്പറിൽ എന്തായാലും 20 ഉണ്ട്. അതുപോലെ അങ്ങനത്തെ ബമ്പറുകളിലൊക്കെ 20 ഉണ്ട്. അപ്പോൾ അത്ര ആൾക്കാർ ഒരു കൊല്ലത്തിൽ കോടിപതികളാവുന്നുണ്ട്. കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഓരോന്ന് പറയുക ഇത്രയേ കിട്ടണുള്ളൂ എന്ന് പറയണേറ്റ് നല്ലത് നമുക്കത് ഇതൊരു നല്ല കാര്യം തന്നെയാണ്. ഒരു 500 റുപ്യ ചിലവാക്കിയിട്ട് ഒരു 59 ലക്ഷം കിട്ടണത് നല്ല കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് പ്രൈസ് മറ്റുള്ളതിനൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിച്ച് കഴിഞ്ഞ് നമുക്ക് അത്രയും കിട്ടുന്നുണ്ടാവില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര കിട്ടില്ല. ഇതിപ്പോൾ 1 കോടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ടാക്സ് 30% കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും കുറയും. അതേസമയം ചിലപ്പോൾ ഈ 1 കോടിയിലും താഴെ വരുമ്പോൾ ടാക്സ് കുറേ ഉണ്ടാവും. അപ്പം നമുക്ക് 70-80 കിട്ടുമ്പോൾ ഏകദേശം ഇത്ര കണ്ടിട്ട് തന്നെ നമ്മുടെ കയ്യിൽ അങ്ങനെ വരും. ഇതിപ്പോൾ ഈ 1 കോടി വരെയുള്ള സംഖ്യയ്ക്ക് ഇത്ര ടാക്സ് എന്നുള്ളത് വരുന്ന കാരണമാണ് അങ്ങനെ വരുന്നത്. അല്ലാതെ 75-80 ഒക്കെ വരുമ്പോൾ അത്ര ടാക്സ് വരുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ബമ്പർ അടിച്ചിട്ട് ഇത്രയും സംഖ്യ കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്ര കിട്ടണുള്ളൂ എന്ന് വിചാരിക്കണേറ്റ് നല്ലത് ഇത്ര സംഖ്യ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കാം. ഇപ്പം എല്ലാ ആൾക്കാരും ഇങ്ങനെ പറയുന്നുണ്ട് അത് വലിയ തട്ടിപ്പ് തന്നെയാണ്, ഇതിപ്പോൾ 1 കോടി പറഞ്ഞിട്ട് ഇത്രയല്ലേ കിട്ടണുള്ളൂ, അതൊരു തട്ടിപ്പ് തന്നെയാണ്, ബാക്കി പൈസ ഒക്കെ അവർക്ക് തന്നെയല്ലേ തിരിച്ചു പോണത്. സംഭവം ശരി, അവർക്ക് തന്നെ തിരിച്ച് അല്ലെങ്കിൽ അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ബാക്കി അതിൻ്റെ ഒരു പകുതിയിലും കൂടുതൽ ഈ അടിച്ച ആൾക്ക് തന്നെയല്ലേ കിട്ടണത്. 500 രൂപ കൊടുത്തിട്ട് നമുക്ക് 59 ലക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത് ഒരാൾക്കല്ല 20 പേർക്ക്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക എല്ലാവരും. ഇത് എല്ലാവരും തട്ടിപ്പാന്ന് പറഞ്ഞിട്ട് എന്നോട് ഓരോന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ വിളിച്ചിട്ട് പറയണതും അതുപോലെ തന്നെ മറ്റ് തള്ളേ പിള്ളേന്നൊക്കെ വിളിച്ചിട്ട് പറയുന്ന ആൾക്കാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ പറയണ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഓരോ കമൻറ്റും അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടൊക്കെ പറയാം. അതായത് ഞാനിപ്പോൾ ഒരു ഇത് വേറെ പണിയില്ലാണ്ട് അല്ല, ഇത് എനിക്കൊരു തൊഴിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതായിട്ട് തന്നെ ഞാനിപ്പോൾ ഇതിനെ യൂട്യൂബിനെ കാണുന്നത്. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യണത് എൻ്റെ ഇതായൊരു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിന് കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരൊന്ന് മനസ്സിലാക്കണം. ഇതിൽ നല്ല ലോട്ടറി എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരുമില്ല എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയാത്തവരാരുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയാത്തവരാരും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേരെടുക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് എടുക്കാത്തുള്ളൂ. പക്ഷേ ഈ എടുക്കണവർക്ക് മുഴുവൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോളണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ ഈ ലോട്ടറി എടുക്കണവർക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ വീഡിയോ, അത് മനസ്സിലാക്കുക. ഇത് ഏജൻറ്റ് എടുക്കണവർക്കും അത് കച്ചവടം നടത്തണവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഒരാളോട് ഞാൻ അങ്ങനെ പറയണില്ല.
എന്നെ വെറുതെ എന്നെ വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് വിഷമിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ മക്കളെ നിങ്ങളെന്നെ ആരേനും ഒന്നും പറയണില്ല. ഞാനിങ്ങനെ ഓരോ വീഡിയോ ഇടണു. അത് ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. എൻ്റെ വീഡിയോ കാണുന്നവരും എന്നെ ഫോൺ വിളിച്ചിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കണവരൊക്കെ ഇഷ്ടം പോലെ പേരുണ്ട്. എൻ്റെ കമൻറ്റ് കുറവാണെങ്കിലും എന്നെ ഫോണിൽ കൂടെ നേരിട്ട് വിളിക്കണവരാണ് അധികം. കാരണം അവർക്ക് നേരിട്ട് വിളിച്ചതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ തള്ളേന്നൊക്കെ വിളിച്ച് കമൻ്റ് ഇട്ട ആൾക്ക് ഫോൺ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. തള്ളൻ വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരും തള്ള തന്നെയാണ് മക്കളെ. ഞാൻ നിങ്ങളെന്നെ കുറ്റം പറയല്ല. നിങ്ങളുടെ ഒരു അപ്പോഴത്തെ ഒരു സന്തോഷത്തിന് നിങ്ങൾ ഇടണാണെങ്കിൽ ഇട്ടോളെ. എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം എല്ലാവരും വയസ്സായി കഴിഞ്ഞാൽ തള്ളിയും തന്തിയൊക്കെ ആവും. അതുപോലെ തന്നെ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരും എന്നെ ഫോൺ വിളിക്കുന്നവരും എനിക്ക് വേണ്ടി കമൻ്റ് ഇടുന്നവരും ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവർ കണ്ടോട്ടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട. അതാണ് ഞാൻ പറയണത്. അപ്പം വീഡിയോയിൽ ഞാൻ വല്ലവരും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എനിക്ക് വിഷമമായി. അങ്ങനെ ഒരു തള്ളേന്നൊക്കെ വിളിച്ചിട്ടൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. അതുകൊണ്ടാണ്. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിഷമമായെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.